വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കോലം കാണുമ്പോൾ മനസ്സിലാക്കാം ഞാനിന്ന് എൻ്റെ മുടി കഴുകുന്ന ദിവസമാണ്. ഇപ്പം മുടി കഴുകിയിട്ട് എനിക്ക് ഒരു 4 ദിവസമെങ്കിലും ആയി. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വീട്ടിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഹെയർ മാസ്ക് എന്ന് പറയാം, അത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് ആക്ച്വലി വിൻറ്റേഴ്സിൽ നല്ല സോഫ്റ്റ്നെസ്സും തരുന്നുണ്ട്. എനിക്ക് അത് ശരിക്കും കുറേ ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ യൂഷ്വലി ഞാൻ എൻ്റെ ഹെയർ വാഷിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് ഞാൻ കാണിക്കാൻ വേണ്ടി. ഇപ്പം എൻ്റെ ചത്ത് കിടക്കുന്ന ഒരു ജീവനില്ലാത്ത മുടി ഇങ്ങനെയാണ് ഇരിക്കുന്ന. എത്ര ദിവസം കഴിഞ്ഞെന്ന് അറിയത്തില്ല, എനിക്കൊന്ന് 3 ദിവസമെങ്കിലും ആയി, 3-4 ദിവസമായി കാണും മുടി കഴുകിയിട്ട്. അപ്പോൾ ഈ പരുവായിരിക്കുവാണ്. അപ്പോൾ ഞാൻ പൊതുവേ മുടിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കോക്കനട്ട് ഓയിൽ എടുക്കും. എന്നിട്ടത് ആദ്യം ഞാൻ ഇച്ചിരി മുഖത്ത് എടുക്കും. ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് എല്ലാം കട്ടയായി കണ്ടിങ്ങനെ. അതിങ്ങനെ എടുത്തിട്ട് ഞാൻ എല്ലാം പ്രാവശ്യം, എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഫ്രൈഡേ ഈവനിങ് ഒരു വ്ളോഗ് ചെയ്തപ്പോൾ അതിനകത്ത് ഞാനൊരു തലയിൽ ഞാൻ പുരട്ടുന്ന ഒരു എണ്ണയുടെ ഒരു കൺകോക്ഷൻ കാണിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ചിലപ്പോൾ മുഖത്ത് പുരട്ടിയെന്ന് തോന്നുന്നു എണ്ണ. എന്താ ഞാൻ എപ്പോൾ എണ്ണ എടുത്താലും എനിക്ക് മുഖത്ത് പുരട്ടണം, എൻ്റെ സ്കിൻ ഒത്തിരി ഡ്രൈ ആണ്. പിന്നെ ഇപ്പം വിൻ്ററും ആകുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒത്തിരി ആവശ്യമാണ്. അപ്പം നമ്മുടെ മുഖത്ത് എണ്ണ പുരട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ വൈഡ് ടൂത്തുള്ള ഒരു ചീപ്പ് എടുക്കും. എന്നിട്ട് ഞാൻ അടിയിനെ ചീകി ഇങ്ങനെ മുകളിലോട്ട് വരും. അപ്പോൾ ഇതും കൂടി ചീകി കഴിയുമ്പം പിന്നെ ഞാൻ ഈ കോമ്പെടുക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നല്ലപോലെ ബ്രഷ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ചെട വരത്തില്ല മുടിയിൽ. ഒത്തിരി വരും, പക്ഷെ എന്നാലും ഒത്തിരി ചെട നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ മുടി ചീകി കഴിഞ്ഞിട്ട് ഹെയർ മാസ്കിന് ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എടുക്കുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് ഹെയർ മാസ്ക് ഇല്ലാത്തവർക്ക് കണ്ടീഷണറും എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്കൂപ്പ് എടുക്കും, ഇച്ചൂടെ എടുത്തേക്കാം. മുടിയുടെ നീളം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ ഹെയർ മാസ്ക്. പക്ഷേ ഞാൻ ഇച്ചിരി ഇങ്ങനെ തിക്കാക്കി വെക്കും. എനിക്കിച്ചിരി കൂടുതൽ പ്രോഡക്റ്റ് തലയിരിക്കുന്ന ഇഷ്ടം. എന്തായാലും എപ്പോഴും ഞാൻ ഹെയർ മാസ്ക് ഇടാറില്ല. ഇതൊക്കെ ഒത്തിരി, ഇതെനിക്കൊന്ന് മാസത്തിൽ ഞാൻ 1-2 വട്ടമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് കാസ്റ്റർ ഓയിലാണ്. അതിൻ്റെ ഒരു 2-3 തുള്ളി മാത്രമേ ഞാൻ എടുത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കാണ്. അത്രയും മാത്രം. അത് ഭയങ്കര തിക്കാണ്, അത് ഒത്തിരി ഒഴിച്ചാൽ നമ്മുടെ മുടി മൊത്തം ഒട്ടിയിരിക്കും. പിന്നെ ഓലിവ് ഓയിൽ, ഇത് 1 സ്പൂൺ ഇടാം. എന്തിന്, ഇത് ലൈറ്റ് വെയ്റ്റ് ഓയിലാണ്. പിന്നെ ഹണി, തേന്, അത് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇടാം, 1 ബിഗ് ടേബിൾ സ്പൂൺ. പിന്നെ റോസ് വാട്ടർ, ഇത് ആക്ച്വലി എൻ്റെ തീരാറായി. ഇത് ഞാനൊരു 4-5 പമ്പ് ഇത് തീരാറായി. അത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ്. അതനുസരിച്ച് നമുക്കങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കുറേ ഡിഫറൻസ് കാണാനുണ്ട് എൻ്റെ ടെക്സ്ചറിൽ. എന്നാൽ എൻ്റെ മുടി ഞാൻ കളർ ചെയ്തായിരുന്നു. പ്ലസ് ഞാൻ ഈ പ്രാവശ്യം ഇന്ത്യയിൽ പോയപ്പം ഞാൻ ബോട്ടോക്സും ചെയ്യിച്ചു. അപ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചതല്ല. അപ്പം അതൊരു സമയം കഴിയുമ്പോൾ നമ്മുടെ മുടിയിൽ പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ പോയി തുടങ്ങും. അപ്പോൾ അത് പോകുമെന്ന് എനിക്ക് ഫീൽ ആകുമ്പോഴത്തേക്കും ഞാൻ ഇടുന്ന ഒരു ഹെയർ മാസ്ക് ഇത്. അപ്പം ഇതാ അതേപോലെ തന്നെ ഇരിക്കും, മറ്റേ ഹെയർ മാസ്ക് പോലെ തന്നെ. എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾ മുടി ഇങ്ങനെ ആക്കിയിട്ട് പകുതിയാക്കണം. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇവിടം വരെ ഒന്നും ചെയ്യില്ല. നമുക്ക് നമ്മുടെ ജീവനില്ലാതെ കിടക്കുന്ന മുടി ഇവിടെയാണ്. ഇവിടെ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഓയിൽ റിലീസ് ആകുമ്പം അവിടുന്ന് നമ്മുടെ മുടിക്ക് ശരിക്കും സഫീഷ്യൻ്റ് ആയിട്ട് ഓയിൽ കിട്ടിക്കോളും.
എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തിനാ എൻ്റെ സ്കാൽപ്പ് കുറേ ഓയിലി ആവും. അപ്പോൾ എനിക്കത് പിന്നെയും ഓയിലി ആക്കണമെന്ന് താല്പര്യമില്ല. അപ്പം ഞാൻ പൊതുവേ ഹെയർ മാസ്ക് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇവിടെയാണ് പെരട്ടുന്നത്. എന്നിട്ടിതിങ്ങനെ ചെയ്യും, സ്ക്രഞ്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ടാക്കും. എൻ്റെ മുടിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും പെരട്ടുവാണെങ്കിൽ ഇത് ചില വെള്ളം കുടിക്കുന്ന പോലെ എൻ്റെ മുടി അതിങ്ങനെ വലിക്കുന്ന ആ പ്രൊഡക്റ്റിന് വിതിൻ സെക്കൻഡ്സ് അതില്ലാതായി പോകും. അത്രയ്ക്കും ഡ്രൈ ആണ്, നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ അമക്കി അതിൻ്റെ ഉള്ളിലോട്ട്, ആ മുടിയുടെ സ്ട്രാൻഡിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ആ പ്രൊഡക്റ്റ് കയറി പോകുന്ന രീതിയിലാക്കണം. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ മുടിയിൽ മൊത്തം ആയി കഴിയുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഒരു ടവൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നിച്ചിരി നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ മുടി ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ കൂടെ ആ ചൂടുള്ള ടവൽ ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചേക്ക്. അപ്പോൾ അതും ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റീം നമ്മുടെ മുടിക്കുള്ളിലോട്ട് ഇറങ്ങിയിട്ട് ആ പ്രോഡക്റ്റ് എല്ലാം നല്ലപോലെ ഉള്ളിലോട്ട് പോകും. അപ്പം അതും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി കുളിക്കാൻ നോർമലി ഷാമ്പൂ ഇട്ടിട്ട് പിന്നെ കണ്ടീഷണർ പുരട്ടേണ്ട ആവശ്യമില്ല. എന്തായാലും ഓൾറെഡി 1 മണിക്കൂർ നിങ്ങൾ കണ്ടീഷണർ പുരട്ടി വെച്ചിരിക്കുക. അപ്പം ഷാമ്പൂ മാത്രം ഇട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് പിന്നെ വരാം. അപ്പം ഞാൻ തലയൊക്കെ കഴുകി കുളിച്ചിട്ട് ഞാൻ വന്ന് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഐ ആം ബാക്ക്. ഞാൻ കുളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബ്ലോ ഡ്രയറും കൊണ്ട് മുടി ഉണക്കിയിട്ട് ഇവിടുത്തെ വെട്ടം പോകുന്നതിന് മുമ്പ് വന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ഇവിടെ ഇരുട്ടായി. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ ഇവിടെ ലൈറ്റ് ഓൺ ചെയ്ത് അതിൻ്റെ അടിയിൽ തന്നെ ഇരിക്കാമെന്ന്. അപ്പോൾ ഞാൻ മുടി ഉണക്കി മറ്റേ ബ്ലൂ ഡ്രയറും കൊണ്ട് ഉണക്കിയിട്ട് റോസ്മേരി ഓയിൽ, ഇത് നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ നല്ലത്. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഇച്ചിരി നേരം ഞാൻ ബ്ലൂ ഡ്രൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 3-4 തുള്ളി ഇങ്ങനെ കയ്യിലെടുത്തിട്ട് സ്കാൽപ്പിൽ മാത്രം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് ആ നനഞ്ഞ സ്കാൽപ്പിലോട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ശരിക്കും ഉള്ളിലോട്ട് അത് വലിക്കും ഈ ഓയിൽ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഞാൻ എന്താ പറയുക ഡ്രൈ ചെയ്യാനുള്ളത് ഞാൻ ഡ്രൈ ചെയ്യും. ഇപ്പോഴും മൊത്തം ഉണങ്ങിയിട്ടില്ല, എൻ്റെ മുടി കുറേ സമയം എടുക്കും ഉണങ്ങാനായിട്ട് വേണ്ടി. ഇതാണ് എൻ്റെ ആഫ്റ്റർ ഹെയർ. അപ്പോൾ ഇതാണ് എൻ്റെ ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് വിൻ്റർ ഹെയർ മാസ്ക്. ഇത് എല്ലാ ആഴ്ചയും ഞാനൊന്നും ചെയ്യത്തില്ല. ഇത് മാസത്തിൽ ഞാൻ എന്താ പറയുക മാസത്തിൽ ഒരു 2 വട്ടം വില ചെയ്യത്തുള്ളൂ. അതല്ലാതെ അതിൻ്റെ കൂടുതൽ ഞാൻ ചെയ്യാൻ പോകത്തില്ല. എന്തിനും ഇത്രയും സമയവും ഇത്രയും പേഷ്യൻസും എൻ്റെ അടുത്തില്ല. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു മണിക്കൂർ പോലും വെക്കാൻ കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ പോയി അത് കഴുകി കളഞ്ഞു. പക്ഷെ 1 മണിക്കൂർ ശരിക്കും വെച്ചിട്ട് കുളിക്കുവാണെങ്കിൽ നല്ല ഭംഗി, നല്ല നമ്മുടെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നും. ഇപ്പം തന്നെ ഉണ്ട് ആ സോഫ്റ്റ്നെസ്, നല്ലൊരു ഷൈനും കിട്ടും. ഇത് നമ്മൾ ഹണിയൊക്കെ ഇടുന്നതല്ലേ. അപ്പം സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയാവും. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വിൻ്റർ ഹെയർ കെയർ അല്ല, ഇത് ഏത് സീസണിൽ എപ്പോൾ വേണമെങ്കിലും പെരട്ടാം. അപ്പം നിങ്ങളും കൂടി അത് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ അറിയിക്കൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. I hope you all like it, and if you like my video and if you like me, please don't forget to like, share and subscribe to my channel. ഇനി കുറേ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.